ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ. സർക്കാർ ആശുപത്രിയിൽ നിന്നും രോഗികൾ രക്ഷപ്പെട്ടോടുകയാണ്. വെന്റിലേറ്ററിൽ അകപ്പെട്ട കേരളത്തിൽ ആരോഗ്യരംഗത്തെ മാറ്റിമറിക്കാൻ UDF സർക്കാർ സമഗ്ര ആരോഗ്യ നയം കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തലശ്ശേരിയിൽ പുതുയുഗ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. സംഘപരിവാറിന്റെ അജണ്ടയാണ് പിണറായി സർക്കാർ നടപ്പിലാക്കുന്നത്. ഇവിടെ ചേട്ടൻ ബാവയും അനിയൻ ബാവയും കളിക്കുകയാണ്. നേരത്തെ ന്യൂനപക്ഷ പ്രീണനം നടത്തിയ പിണറായിയും സംഘവും ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണ്. ലീഗിനെതിരെ വന്നാൽ തങ്ങൾ ഒറ്റക്കെട്ടായി ചേർക്കും. ഇത് പഴയ UDF അല്ല, ടീം UDF ആണ്. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നാണ് കുറെ നാൾ മുസ്ലിം ലീഗ് മുന്നണി വരുമെന്ന്. അപ്പൊ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, മുസ്ലിം ലീഗിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് UDF-ൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് LDF-ൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലാന്നോ. അതിനേക്കാൾ ശക്തമായൊരു മറുപടി ലീഗ് കൊടുക്കാനുണ്ടോ? ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുത്താതെ, ലീഗിനെ അല്ല പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ലീഗിന്റെ പേര് പറയുന്നുണ്ടേ ഉള്ളൂ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊരു ചോദ്യം, ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ, അതില്ലാതായാൽ ആ ഇടം ആര് കൊണ്ടുപോകും? ആ സ്പേസ് ആര് കൊണ്ടുപോകും? അത് തീവ്രവാദ സംഘടനകൾ കൊണ്ടുപോകും. ആണോ? അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ? ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ്. പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും. അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ആര് വർഗീയത പറഞ്ഞാലും UDF എതിർക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ തങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് വർഗീയത കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കാൻ തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF തലശ്ശേരി മണ്ഡലം കൺവീനർ N മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP, UDF കൺവീനർ അടൂർ പ്രകാശ്, മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ചന്ദ്രൻ തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.